ഹലോ ഫ്രണ്ട്സ്, ഇതൊക്കെ കൂടി നമസ്കാരം. നമ്മളുടെ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ ശക്തിയുടെ നെടുന്തൂണാണ് S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം. നമ്മളിത് റഷ്യയിൽ നിന്നും വാങ്ങിച്ചാണ്. 2017-18 കാലഘട്ടത്തിലാണ് നമ്മൾ റഷ്യയുമായിട്ട് ഈ പറഞ്ഞ എഗ്രിമെൻ്റ് സൈൻ ചെയ്തത്. അപ്പം അതിനുശേഷം 5 സ്ക്വാഡ്രന് വേണ്ടിയാണ് നമ്മൾ എഗ്രിമെൻ്റ്. അതായത് 3 സ്ക്വാഡ്രൺ ഓൾറെഡി ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇനി 2 സ്ക്വാഡ്രൺ അല്ലെങ്കിൽ 2 റെജിമെൻറ്റുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പം ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിനകത്തിലൊരു പിന്നെ എന്താ പറയുന്നത് ഒരു സ്ലോ ആയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് അവർക്കത് ഡെലിവറി ചെയ്യാൻ സാധിക്കുക. അവർ അടുത്ത വർഷം 2026 മുതൽ അതിൻ്റെ ഡെലിവറി ആരംഭിക്കും. അപ്പോൾ അതോടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റമായിട്ട് മാറും. പിന്നെ S-400 വേണ്ടി ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായിട്ട് റഷ്യ ഇന്ത്യന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഉള്ള അപ്രൂവലോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പിന്നെ പെർമിഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ S-400 ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ വളരെ പിന്നെ എന്താണ് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി എന്നൊക്കെ പറയും. സാങ്കേതിക വിദ്യയുടെ ഏഹ്, സാങ്കേതിക വിദ്യ നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400 എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യ ഏഹ്, അത് നിർമ്മിക്കുന്ന രാജ്യമാണ്. റഷ്യയുടെ സാധനമാണത്. റഷ്യ അല്ലാതെ ചൈന, ഇന്ത്യ, ടർക്കി ഈ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ അത് ഉപയോഗിക്കുന്നത്. ടർക്കി നാറ്റോയിലെ മെമ്പറാണെങ്കിൽ തന്നെയും ടർക്കി ഇത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ മിലിറ്ററിയിൽ അല്ലെങ്കിൽ അവരുടെ ഫോഴ്സിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയോ ആക്ടിവേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടർക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ടർക്കി S-400 വാങ്ങിച്ചതിന് ശേഷം അമേരിക്കയായിട്ട് അത് ഉടക്കുകയും അവരുടെ ഈ F-35 ഒരു പിന്നെ പ്രൊഡക്ഷൻ പ്രോജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് അമേരിക്ക ടർക്കിയെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെ അമേരിക്കയുള്ള ബന്ധം അല്പം അവർ അത്ര സുഖകരമായിട്ടല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതൊക്കെ തന്നെ. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയിലുള്ള ബന്ധം അല്പം കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി അതുപോലെ തന്നെ F-35 പ്രോഗ്രാമിലേക്ക് അവർക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് ടർക്കി ഈ പറഞ്ഞ S-400 വിൽക്കാനുള്ള പരിപാടിയാണ്, കൊടുക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ട് എത്രത്തോളം ക്രെഡിബിൾ ആണ് അല്ലെങ്കിൽ വിശ്വസനീയമാണെന്ന് നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു രാജ്യത്തിനും അവരുടെ വെപ്പൺസ് ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന വെപ്പൺ, ഇപ്പോൾ ഉദാഹരണത്തിന് ടർക്കി ഇത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ടർക്കിയും റഷ്യയും തമ്മിലുള്ള കരാർ പ്രകാരം റഷ്യയുടെ പെർമിഷൻ ഇല്ലാതോ അറിവില്ലാതെന്നോ ഒരിക്കലും ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റം മറ്റൊരു രാജ്യത്തിനോ മൂന്നാമതൊരു രാജ്യത്തിനോ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഈവൻ ഇന്ത്യക്കാണെങ്കിൽ പോലും. ഇപ്പം റഷ്യയുടെ ഏറ്റവും വലിയ അടുപ്പം ഉള്ള രാജ്യമാണ് ഇന്ത്യക്ക്. അപ്പോൾ ടർക്കി ഇന്ത്യക്ക് വിൽക്കുകയാണെങ്കിൽ പോലും അല്ല അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും റഷ്യയുടെ പെർമിഷൻ ഇല്ലാതെ റഷ്യയുടെ യെസ് ഇല്ലാതെ അല്ലെങ്കിൽ റഷ്യ യെസ് എന്ന് പറയാതെ ഒരിക്കലും അവർക്ക് വിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം എഗ്രിമെൻറ്റിനകത്തിൽ കരാറിനകത്തിൽ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് റഷ്യയുടെ പെർമിഷൻ തീർച്ചയായിട്ടും ആ, ഉണ്ടായാൽ മാത്രമേ ഈ ടർക്കി ഇത് വിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാന പ്രശ്നമല്ല ടർക്കി ഇത് വിൽക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും വിൽക്കാൻ സാധ്യതയുള്ള എന്നുള്ളതാണ്. പാകിസ്ഥാനായിരിക്കും ഇത് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും താല്പര്യം എന്നുള്ളത്, ഇല്ലേ? കാരണം ഇന്ത്യയുടെ സെക്യൂരിറ്റി പോളിസി വലിയൊരു തലവേദന ഉണ്ടാക്കാൻ പോകുന്ന ഒരു ന്യൂസാണിത് ശരിക്കും പറഞ്ഞത്. ടർക്കി പാകിസ്ഥാനെ S-400 വിൽക്കും. വിൽക്കാതെ ചുമ്മാ വിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ റഷ്യയുടെ പെർമിഷൻ ഇല്ലാതെ അവർക്കത് വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണത്തെയൊക്കെ ഒരു നല്ല പരിധിവരെ നമുക്ക് ചെറുത്ത് നിൽക്കാനും പ്രതിരോധിക്കാനും ഒക്കെ സാധിച്ചത്. അപ്പം ഇങ്ങനെ ഒരു വാർത്ത ശരിയാണെങ്കിൽ ടർക്കിക്ക് അത് പാകിസ്ഥാന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ശത്രുവിൻ്റെ കൈകളിലേക്ക് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ നല്ലൊരു എയർ ഡിഫൻസ് സിസ്റ്റം ചെന്നെത്തുക എന്നുള്ളത് ഇന്ത്യക്ക് ആശങ്കയും തലവേദന ഉണ്ടാക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവകാശവാദം ഉന്നയിച്ചത് ടർക്കിയുടെ ഒരു മുൻ മന്ത്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അവരുടെ മുൻ മന്ത്രിയാണ്, ഫോർമർ മിനിസ്റ്ററാണ് ടർക്കിയുടെ. ടർക്കി ഇത് റഷ്യയിൽ നിന്ന് $2.5 ബില്യൺ ഒരു ഡീലായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി
പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിവാക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അമേരിക്കയായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ബെറ്റർ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി. കാരണം ഇതിൻ്റെ പേരിലാണ്, ഇത് റഷ്യയിൽ നിന്ന് മേടിച്ചതിൻ്റെ പേരിലാണ് ടർക്കിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അല്പം മോശമായത്. അപ്പോൾ ഇതൊരു മിലിറ്ററി ടെക്നോളജിയുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയും ടർക്കിയും തമ്മിലൊരു പുതിയ കോൾഡ് വാറിലേക്ക് ഓൾറെഡി നമ്മൾ ആയിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ടർക്കിയും തമ്മിൽ വളരെ ദൂരത്തുള്ള രണ്ട് രാജ്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യമായിട്ട് ടർക്കി മാറിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലും ഇല്ലേ, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പൊക്കെ തന്നെ ടർക്കിയുടെ ആയുധങ്ങൾ വളരെ വ്യാപകമായിട്ട് പാകിസ്ഥാനിൽ എത്തുകയും പാകിസ്ഥാൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകളും ഒക്കെ തന്നെ ടർക്കിയിൽ നിന്നും മേടിച്ച ഡ്രോണുകളായിരുന്നു. ആ സമയത്തും ടർക്കി പാകിസ്ഥാനെ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യ ടർക്കി റിലേഷൻസ് അത്ര നല്ലതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമുക്കറിയുന്ന കാര്യമാണ്. കാരണം ഈ ഇന്ത്യയുടെ ഉള്ളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെയധികം ചെയ്യുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ട സാമ്പത്തിക മിലിറ്ററി സഹായങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണല്ലോ ടർക്കി ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ടർക്കിയോട് എന്താണ് പറയുന്നത്, ഒരു മൃദു സമീപനം നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഗ്ലോബൽ ഡിപ്ലോമസിയുടെ രണ്ട് ധ്രുവങ്ങളിലാണ് ഇന്ത്യയും ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടർക്കിയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള അർമേനിയ, ഗ്രീസ്, സൈപ്രസ് ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അർമേനിയയ്ക്ക് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അർമേനിയയും ടർക്കിയും തമ്മിൽ, അസർബൈജാനും തമ്മിൽ യുദ്ധങ്ങളാണ്, ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെ. അപ്പോൾ അസർബൈജാനെ സഹായിക്കുന്നത് ഇസ്രയേലും ടർക്കിയാണ്, അർമേനിയ സഹായിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയും ഇസ്രയേലും വളരെ അടുപ്പമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയും ഇസ്രയേലും രണ്ട് ധ്രുവങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പാകിസ്ഥാനോടുള്ള അടുപ്പം, ടർക്കിക്ക് പാകിസ്ഥാനിലുള്ള അടുപ്പം ഇന്ത്യ അത്ര ലാഘവത്തോടല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അർമേനിയയുമായിട്ടും സൈപ്രസ്, ഗ്രീസ് മുതലായിട്ടുള്ള ടർക്കി വിരുദ്ധ രാജ്യങ്ങളുമായിട്ട്, ടർക്കിക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളോട് കൂടുതൽ ബന്ധങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്തിടയ്ക്ക് ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ ചീഫ്, നമ്മുടെ വ്യോമ സേനയുടെ ചീഫ് ഗ്രീസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ സൈപ്രസിലെ വിസിറ്റും ഒക്കെ തന്നെ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണേണ്ടതാണ്. പാകിസ്ഥാനായിട്ടുള്ള അവരുടെ മിലിറ്ററി കൊളാബറേഷൻ ഒക്കെ വളരെ ശക്തപ്പെട്ടിട്ടുണ്ട് ടർക്കിയുടെ. അപ്പം ഈ OIC മുതലേ പല ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലും ഫോറത്തിലും ഒക്കെ ഇന്ന് പാകിസ്ഥാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ടർക്കിയാണ്. ഈ S-400 പാകിസ്ഥാന് വിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്, തലവേദനയാണ്, ആശങ്കയാണ്. പക്ഷെ അത് എത്ര പെട്ടെന്ന് നടക്കത്തില്ല. കാരണം റഷ്യയുടെ പെർമിഷന് ഇല്ലാതെ, അനുവാദമില്ലാതെ അത് സംഭവിക്കത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ പ്രധാനമാണ്. അപ്പോൾ ഈ S-400 ഉപേക്ഷിച്ചിട്ട് അമേരിക്കയുടെ F-35 പ്രോഗ്രാമിനകത്തിൽ അവർക്ക് പങ്കുചേരാനും അമേരിക്കയോടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും അല്ലെങ്കിൽ കൂടുതൽ ഊഷ്മളമാക്കാനും ഒക്കെയാണ് ടർക്കിയുടെ ലക്ഷ്യം ഇപ്പോഴത്തെ. അതുകൊണ്ട് തീർച്ചയായിട്ടും 2017 റഷ്യയിൽ നിന്ന് മേടിച്ച ഈ പറഞ്ഞ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം പിന്നെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരതിനെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യുക എന്ന് പറയാം, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ടർക്കിയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ അമേരിക്ക അവരെ F-35 ഫൈറ്റർ ജെറ്റിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കുകയും ഈ പറഞ്ഞ ഒരു സാങ്ഷൻ്റെ പരിധിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നു. ക്യാറ്റ്സ എന്നുള്ളത്. ക്യാറ്റ്സ എന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് ആരെല്ലാം ഈ പറഞ്ഞ ഇടപാടുകൾ നടത്തുന്നു ആ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെയെല്ലാം ഈ പറഞ്ഞ ഇക്കണോമിക് സാങ്ഷൻ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഒരു നിയമമാണ് ഈ ക്യാറ്റ്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അന്ന് കുറേ ഇളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ നിയമത്തിൻ്റെ പരിധിയിൽ ഇന്ത്യക്ക് മേളിലും സാങ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ചില ഇളവുകളൊക്കെ കിട്ടി. കാരണം ഇന്ത്യ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ ആയിരുന്നുകൊണ്ട് ആയിരിക്കാം. പക്ഷേ ടർക്കിക്കെതിരെ അവർ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ F-35 ഫൈറ്റർ പ്രോഗ്രാമിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടർക്കിക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ടർക്കി തിരിച്ച് അമേരിക്കയുടെ F-35 ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിലേക്ക് റീ എൻ്റർ ചെയ്യാനോ അതുപോലെ അമേരിക്കയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്ലി ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്.
അവരുടേതായിട്ടുള്ള ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം അവരുടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സ്റ്റീൽ ഡോം എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അവരിപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ടർക്കിയുടെ ഡിഫൻസ് കമ്പനീസ് ആയിട്ടുള്ള ഈ പറഞ്ഞ കമ്പനികളൊക്കെയാണ് ASELSAN, അതുപോലെ തന്നെ റോക്കസ് റോക്കറ്റ്സാൻ, MKE പറഞ്ഞ ഡിഫൻസ് കമ്പനീസ് ഒക്കെ തന്നെ അവരുടെ തദ്ദേശീയമായിട്ടുള്ള കമ്പനികളാണ് ഇതിൻ്റെ ഈ വികസനത്തിന് വേണ്ടി അവരുടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ സ്റ്റീൽ ഡോമിനകത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന കമ്പനികൾ. അപ്പോൾ അവർ S-400 ഉൾപ്പെടുത്തത്തില്ല എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ F-35 പ്രോഗ്രാമിനകത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് S-400 അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ. ഇനി ആ S-400 ടർക്കി പാകിസ്ഥാന് വിൽക്കുമോ അല്ലെങ്കിൽ വിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇത് ടർക്കിയുടെ ഒരു മുൻ മന്ത്രിയാണ് പറഞ്ഞത്, കാവിറ്റ് കാഗ്ലർ എന്ന് പറഞ്ഞൊരു മുൻ മന്ത്രിയാണ് ഈ ഒരു പ്രസ്താവന അടിച്ചിറക്കിയത്. അതായത് ടർക്കി S-400 പിന്നെ വിൽക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ബയസ് ഇന്ത്യയോ പാകിസ്ഥാനോ ആരാണ് ഇതിന് താല്പര്യമുള്ളതിനോ അവർക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് സെക്കൻഡ് ചാൻസ് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ അവരുടെ ഏറ്റവും അടുത്ത രാജ്യമായതുകൊണ്ട് പാകിസ്ഥാന് കൊടുക്കാനാണ് ടർക്കിക്ക് താല്പര്യം. പക്ഷേ അവരുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള കൺഫർമേഷൻ ഒന്നുമില്ല. ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്. ഒരു ഫോർമർ മിനിസ്റ്റർ, മുൻകാല മന്ത്രി മാത്രം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പം ടർക്കിയെ സംബന്ധിച്ച് ഇത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല ടർക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അമേരിക്കയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ഇത് വിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ പെർമിഷൻ വേണം നമ്മൾ പറഞ്ഞു. ടെക്നിക്കലി ഡിപ്ലോമാറ്റിക്കലി ഇത് സാധ്യമാണ്, പക്ഷേ ഈസിയല്ല, എളുപ്പമല്ല, പോസിബിളാണ്. കാരണം ടർക്കിയും റഷ്യയും തമ്മിലുള്ള എഗ്രിമെൻ്റ് വെച്ചിട്ട് ഈ S-400 മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് വിൽക്കണമെങ്കിൽ റഷ്യയുടെ മുന്നേ കൂട്ടിയുള്ള പെർമിഷൻ അത്യാവശ്യമാണ്. അപ്പം പാകിസ്ഥാന് കൊടുക്കാനാണ് ടർക്കിയുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ണറാണ് ഇന്ത്യ ഈ സ്ക്വാഡ്രൺ ഉപയോഗിക്കുന്നുണ്ട്, 3 സ്ക്വാഡ്രണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടർക്കിക്ക് നോ പറയാനാണ് റഷ്യയുടെ ഭാഗത്തുനിന്നും സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ കൈകളിൽ ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം ചെന്നെത്തുവാൻ റഷ്യയിട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനല്ല പാകിസ്ഥാൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ. കാരണം ഇതിൻ്റെ ഒരു സിസ്റ്റത്തിന് ഒരു സ്ക്വാഡ്രൺ ഏകദേശം $500 മില്യൺ വേണം. അപ്പം $500 മില്യൺ ഇത് ടർക്കി ഏകദേശം 2 ബില്യൺ കൊടുത്ത് മേടിച്ചാണ്. എത്ര സ്ക്വാഡ്രൺ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സ്ക്വാഡ്രൺ അവർ പാകിസ്ഥാന് കൊടുക്കണമെങ്കിൽ പാകിസ്ഥാന് ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല ഇന്നത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്നിട്ട്. അങ്ങനെ ഒരു കോൺസ്ട്രെയിൻ്റ് അല്ലെങ്കിൽ ഒരു പരിമിതി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അഡീഷണൽ ആയിട്ടുള്ള ഈ S-400 മേടിക്കുവാനും അതുപോലെ തന്നെ S-500 മേടിക്കാനും ഒക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രസ്റ്റും അല്ലെങ്കിൽ ബന്ധങ്ങളും വളരെ സുഖകരമായതുകൊണ്ട് ഇന്ത്യക്ക് ഇത് ലഭിക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യക്ക് തരാനും റഷ്യയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ടർക്കിക്ക് ഇത് വിൽക്കുക എന്നുള്ളതല്ല മറ്റൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ റഷ്യ പെർമിഷൻ കൊടുക്കുന്നത് ഇന്ത്യക്ക് വിൽക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ആയിരിക്കാം ഇതിൻ്റെ ഒരു വയബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബയർ എന്ന് പറഞ്ഞാൽ. അത് റഷ്യയുടെ പെർമിഷനോട് കൂടി മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ റഷ്യ അതിന് സമ്മതിക്കുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം ഇന്ത്യ റഷ്യ തമ്മിൽ ബന്ധം വളരെ ഓക്കെ ആണെങ്കിൽ തന്നെയും ടർക്കി ഇത് ഇന്ത്യക്ക് വിൽക്കുന്ന ഒരു പക്ഷേ റഷ്യ സമ്മതിക്കുന്ന നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ടർക്കിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ S-400 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുമ്മാ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു വളരെ സീക്രട്ട് ആയിട്ടുള്ള അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് വളരെ രഹസ്യമായിട്ടുള്ളൊരു സ്ഥലത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടർക്കി ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നേറ്റോയായിട്ടും അമേരിക്കയായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും ഊഷ്മളമാക്കുവാനും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാനും ടർക്കി ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ടർക്കി ഒരുപക്ഷെ ഇത് സമീപ ഭാവിയിൽ ഈ S-400 ഒരുപക്ഷെ തിരിച്ച് റഷ്യയുടെ പെർമിഷനോടുകൂടി റഷ്യ അംഗീകരിക്കുന്ന രാജ്യത്തിന് ഇത് കൊടുക്കാൻ ഒരുപക്ഷെ ടർക്കി തയ്യാറാകും. അത് പക്ഷേ എന്തായാലും പാകിസ്ഥാൻ്റെ കൈകളിൽ എത്തുവാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാന് കൊടുക്കാൻ റഷ്യയായിട്ട് സമ്മതിക്കത്തുമില്ല. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ കൈകളിൽ ഈ S-400 എത്തുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു തലവേദന, ആശങ്കയായിരിക്കും, വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ.
മറ്റു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.